കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ നീക്കം തന്നെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് RIC റഷ്യ, ഇന്ത്യ, ചൈന സഖ്യം വീണ്ടും സജീവമാകുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ സഖ്യത്തിന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ബ്രിക്സ്, അതിനെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നോട്ടമിട്ടിരിക്കുന്നത്. അതൊരു മുന്നറിയിപ്പിന്റെ രൂപത്തിൽ പുറത്തു വരികയും ചെയ്തിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഈ ബ്രിക്സിൽ നടന്ന ആ രാജ്യമായ ബ്രസീലിനെതിരെ ഒരു താരിഫ് യുദ്ധം ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അതിന് പുല്ല് വില പോലും ബ്രസീൽ നൽകിയില്ല. അതിന് തൊട്ടു പിന്നാലെ തന്നെ റഷ്യ പറഞ്ഞത് ഉപരോധത്തെ മറികടക്കാൻ തങ്ങൾക്ക് അറിയാമെന്നാണ്. ഉപരോധം കൊണ്ട് തങ്ങളെ തകർക്കാനാകില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രസ്താവന വന്നത്, തങ്ങളുടെ പൗരന്മാർക്ക് ഗുണകരമായി തങ്ങളുടെ ലാഭത്തിന് വേണ്ടിയിട്ട്, തങ്ങളുടെ രാജ്യത്തിന്റെ ലാഭത്തിന് വേണ്ടിയിട്ട് ഏത് രാജ്യവുമായി തങ്ങൾ ബിസിനസ് ചെയ്യും, അതിന് ഉപരോധമൊന്നും തങ്ങൾ വകവെക്കുന്നില്ല, ഇത്തരം നടപടികളെ തങ്ങൾ കാര്യമാക്കുന്നില്ല എന്നുകൂടി ഇന്ത്യയുടെ ഒരു ഭാഗത്തു നിന്നൊരു പ്രസ്താവന വരുന്നു. കഴിഞ്ഞ ദിവസം ചൈനയുടെ ഭാഗത്തു നിന്ന് പ്രസ്താവന, എത്രയും വേഗം RIC ശക്തമാക്കേണ്ടതുണ്ട്, പ്രാദേശികമായ സമാധാനവും സുരക്ഷയും നിലനിർത്താൻ അത് അനിവാര്യമാണെന്ന് പറയുന്നു. ചൈന, പാകിസ്ഥാൻ അടക്കം മുന്നറിയിപ്പ് നൽകുന്നു. പ്രദേശത്ത് ഒരു ഐക്യം രൂപപ്പെടുന്നതിന്റെ ഒരു ലക്ഷണം കണ്ടു തുടങ്ങുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ട്രംപ് പുതിയ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നു. ട്രംപ് പറയുന്നത് ബ്രിക്സിനെ താൻ തകർക്കും എന്നാണ്. ഡോളറാണ് ഒരേ ഒരു രാജാവ് ലോകത്ത്. ആഗോളതലത്തിൽ ഒരു റിസർവ് കറൻസിയേ ഉള്ളൂ, അത് ഡോളർ തന്നെയാണ്. അതിനെ നിലനിർത്താൻ താൻ അവസാന നിമിഷം വരെ പോരാടുമെന്ന് കൂടി ട്രംപ് പറയുമ്പോൾ, ട്രംപും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു, ഇല്ലെങ്കിൽ ഒരു വലിയ തിരിച്ചടിക്ക് ട്രംപിന്റെ സഖ്യകക്ഷികളും തയ്യാറെടുക്കുന്നു എന്നൊരു സൂചന കൂടിയാണ് ഇതിൽ നൽകുന്നത്. ഏതായാലും ബ്രസീൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, തങ്ങൾക്ക് ഒരു പൊതുവായ കറൻസി ഇറക്കാൻ തൽക്കാലം ഉദ്ദേശമില്ല എന്നും, പക്ഷേ ഇപ്പോൾ ഒരു ക്രോസ് ബോർഡർ പേയ്മെന്റുകൾ ഞങ്ങൾ നടത്തും, അതായത് അവരവരുടെ നാണയത്തിൽ തന്നെ പേയ്മെന്റ് നടത്താൻ ഉള്ള ഒരു നീക്കത്തിലാണ് എന്നുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യൻ രൂപയിൽ ട്രേഡിങ് റഷ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും നടത്തുന്നുണ്ട്. അത്തരത്തിലേക്ക് ബ്രസീൽ നീങ്ങും എന്ന് തന്നെ ബ്രസീൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതോടുകൂടി ലോകത്ത് രണ്ട് ശാക്തിക ചേരികളായി രാജ്യങ്ങൾ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് നാറ്റോ, മറുഭാഗത്ത് ട്രംപ് നേതൃത്വം നൽകുന്ന യൂറോപ്യൻ യൂണിയൻ. ആ യൂറോപ്യൻ യൂണിയനിൽ തന്നെ എത്ര രാജ്യങ്ങൾ ട്രംപിനെ അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.